ഹേ എവ്രി വൺ അപ്പം ഞാൻ ദേ എൻ്റെ രണ്ടാമത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് പോവാണ്. വേറെ എവിടേക്കുമല്ല, ഞാൻ മസ്കറ്റിലേക്കാണ് പോകുന്നത്. ഞാൻ ഒമാനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹാപ്പിയാണ്, അതേപോലെ തന്നെ ഭയങ്കര പ്രൗഡുമാണ്. ഞാൻ പോകണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലമാണ് മസ്കറ്റ്. അതിനൊരു റീസൺ ഉണ്ട്, കാരണം എൻ്റെ ഫാദർ ഇവിടെയാണ് ജീവിച്ചിരുന്നത്. അന്ന് നമുക്ക് ഒമാൻ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വാപ്പ പ്രവാസം മതിയാക്കി നാട്ടിലോട്ട് വരുന്നത്. അതിനു മുമ്പ് വരെയുള്ള ഞങ്ങളുടെ ജീവിതം ഭയങ്കര വ്യത്യാസമായിരുന്നു. അതിന്റെ എല്ലാ ബ്ലെസ്സിങ്സും തന്നത് ഈ ഒരു രാജ്യമാണ്. ഫാദർ ഇവിടെ ജീവിച്ചിരുന്നതുകൊണ്ട് തന്നെ വീട്ടിൽ ഒമാനെ പറ്റി ഒത്തിരി മെമ്മറീസ് ഉണ്ട്, ഒത്തിരി ഫോട്ടോസ് ഉണ്ട്. ഞാൻ എൻ്റെ ഫാമിലിയിലെ ഏറ്റവും ചെറിയ ആളാണ്. ഞാൻ എൻ്റെ സിസ്റ്റേഴ്സായിട്ട് അത്യാവശ്യം ഏജ് ഗ്യാപ്പ് ഉണ്ട്. അപ്പം ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് വീട്ടിലെ ആൽബത്തിലെ ഫോട്ടോസ് എടുത്തിട്ട് പല കള്ളക്കഥകളും പറയായിരുന്നു. എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു കഥയുണ്ട് ഒമാനിന്. കാരണം വാപ്പാടെ ഫ്രണ്ട്സ്, ഫാമിലി ഒക്കെ ഇവിടെ ഉള്ളപ്പോൾ ആ കൂട്ടത്തിലൊരു പെൺകുട്ടിയുണ്ട്, സംറിൻ എന്ന് പറഞ്ഞിട്ട്. ഇന്നിപ്പോൾ അത് എവിടെയാണ്, ആരാണ് എന്നൊന്നും അറിയില്ല. നമ്മുടെ വീട്ടിൽ ആകെ കുറച്ച് ഫോട്ടോസ് ഉണ്ട്, അത്ര തന്നെ. എൻ്റെ സിസ്റ്റേഴ്സിനേലും എൽഡർ ആയിരുന്നു സംറിൻ. അപ്പോൾ സെക്കൻഡ് സിസ്റ്റർ എൻ്റെ അടുത്ത് എപ്പോഴും എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുമായിരുന്നു. വാപ്പ എൻ്റെ സിസ്റ്റേഴ്സിനെ ചെറുതിലെ മസ്കറ്റിൽ കൊണ്ടുപോയിട്ടുണ്ട്, എന്നിട്ട് ഇതേപോലെ സംറിൻ്റെ കൂടെ വെളിച്ചെണ്ണ വാങ്ങാൻ വേണ്ടിയിട്ട് കടയിൽ പോയിട്ടുണ്ട്. ഒത്തിരി കഥകൾ പറയുമായിരുന്നു. സംഭവം അങ്ങനെ ഒരു സംഭവം ഇല്ല, പക്ഷേ ഞാൻ ചെറുതാണല്ലോ, അപ്പോൾ എന്നെ കരയിപ്പിക്കാനും എന്നെ മൂച്ചേറ്റാൻ വേണ്ടിയിട്ട് ഇതെപ്പോഴും പറയുമായിരുന്നു. അങ്ങനത്തെ ഞാൻ ഫൈനലി ആ നാട്ടിലെത്തി. പണ്ടത് നുണക്കഥയായിരുന്നെങ്കിലും അതിനുശേഷം എൻ്റെ സെക്കൻഡ് സിസ്റ്റർ മാരേജിന് ശേഷം മസ്കറ്റിലേക്കാണ് വന്നത്. പിന്നെ അവരിവിടെ സെറ്റിലായി. അപ്പോൾ ഞാൻ ഫൈനലി എൻ്റെ ആഗ്രഹിച്ച സ്ഥലത്തെത്തി. അപ്പോൾ വെൽക്കം ടു ഒമാൻ. ബാക്കി കാഴ്ചകൾ വീഡിയോസായിട്ട് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, സിയ.